നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാനിൽ 1041 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11 മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. രാജ്യത്ത് ഇതുവരെ 2,17,224 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 1,99,960 പേർ രോഗമുക്തരാവുകയും 2,345 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 92.1% രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 104 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. യുഎയിൽ കഴിഞ്ഞ ദിവസം 1810 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1777 പേർ സുഖം പ്രാപിച്ചപ്പോൾ 4 കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 2,42,981 പരിശോധനകളിൽ നിന്നാണ് പുതിയ കോവിഡ് രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം യുഎയിൽ 5,69,073 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇവരിൽ 5,48,785 പേർ ഇതിനോടകം തന്നെ രോഗമുക്തരാവുകയും 1,677 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 18,611 കോവിഡ് രോഗികളാണ് യുഎയിലുള്ളത്. ഖത്തറിൽ കോവിഡ് മുൻകരുതൽ നിർദ്ദേശങ്ങൾ ലംഘിച്ച 396 പേർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടിയെടുത്തു. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കാത്തതിനാണ് 374 പേരെ പിടികൂടിയത്. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 16 പേർ പിടിയിലായി. മൊബൈലിൽ ഇഹ്തിറാസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തതിന് 3 പേരെയും ക്വാറന്റൈൻ നിയമങ്ങൾ ലംഘിച്ചതിന് 3 പേരെയും പിടികൂടി. ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. രാജ്യത്ത് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്നത് നിർബന്ധമാണ്. സർക്കാർ ഉത്തരവുകളും നിർദ്ദേശങ്ങളും തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് 5 വർഷം തടവും 30 ലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തുമെന്നും പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. സൗദി സർക്കാരിന് കീഴിലെ ചില മന്ത്രാലയങ്ങൾ ഇറക്കിയ ഉത്തരവുകളെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇന്ത്യയിൽ നിന്നും യുഎയിലേക്കുള്ള യാത്രാവിലക്ക് വീണ്ടും നീട്ടി. ജൂൺ 30 വരെയാണ് നീട്ടിയത്. എമിറേറ്റ്സ് എയർലൈൻസ് ഇത് സംബന്ധിച്ച സർക്കുലർ ട്രാവൽ ഏജൻസികൾക്ക് കൈമാറി. ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഏപ്രിൽ 25 മുതലാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രാ വിമാനങ്ങൾക്ക് യുഎ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്ത്യയിൽ കോവിഡ് നിരക്ക് കുറയുന്നതിനാൽ യുഎ യാത്രാ വിലക്ക് പിൻവലിക്കുമെന്ന് പ്രവാസികൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് പുതിയ തീരുമാനമെത്തിയത്. നേരത്തെ ജൂൺ 14 വരെയാണ് വിലക്ക് നീട്ടിയത്. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം കുറഞ്ഞെങ്കിലും യാത്രയ്ക്ക് അനുമതി നൽകാവുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ലെന്ന യുഎ സിവിൽ ഏവിയേഷന്റെയും ദുരന്ത നിവാരണ സമിതിയുടെയും വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നിരവധി പ്രവാസികളാണ് യാത്രാ വിലക്കിൽ ബുദ്ധിമുട്ടുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തേക്ക് എത്തുന്നവർക്കുള്ള കോവിഡ് പരിശോധനാ ഫീസിൽ വീണ്ടും കുറവ് വരുത്തി ബഹ്റൈൻ അധികൃതർ. രാജ്യത്തെത്തുന്നവർ നടത്തേണ്ട 3 ടെസ്റ്റുകളുടെ ഫീസ് 24 ബഹ്റൈൻ ദിനാർ, അതായത് 4,600 രൂപയാണ് കുറച്ചത്. നിലവിൽ ഇത് 36 ദിർഹമായിരുന്നു. ഈ ഗവൺമെന്റ് പോർട്ടൽ വഴിയോ വിമാനത്താവളത്തിലെ പേയ്മെന്റ് മെഷീൻ വഴിയോ ആണ് കോവിഡ് ടെസ്റ്റിനുള്ള ഫീസ് അടയ്ക്കേണ്ടത്. ഇത് 3ാം തവണയാണ് ബഹ്റൈൻ കോവിഡ് ടെസ്റ്റ് ഫീസ് കുറയ്ക്കുന്നത്. 2020 ജൂലൈയിൽ 60 ദിനാറായിരുന്നു ഫീസ്. പിന്നീട് ഡിസംബർ 1 മുതൽ 40 ദിനാറായും ഫെബ്രുവരി 22 മുതൽ 36 ദിനാറായും കുറയ്ക്കുകയായിരുന്നു. കോവിഡ് പ്രതിസന്ധിയിലും ജോലി നഷ്ടവും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനിടയാക്കുമെന്നുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. പിടിച്ചുപറി പോലെയുള്ള നേരിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം സൈബർ കുറ്റകൃത്യങ്ങളിൽ വർധനയുണ്ട്. ഇത് കോവിഡ് കാലത്തെ കർഫ്യൂവും ലോക്ക്ഡൌണും കാരണം ആളുകൾ വീട്ടിലിരിക്കുന്നത് കൊണ്ടാണെന്നത് നിഗമനം മാത്രമാണ്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന തട്ടിപ്പ് രീതികളെല്ലാം മുമ്പേയുണ്ട്. ജോലിയും വരുമാനവും ഇല്ലാത്തവരുടെ എണ്ണം വർദ്ധിച്ചത് വിവിധ തട്ടിപ്പുകൾക്കും കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുമെന്നുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര മന്ത്രാലയം ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 1 മുതൽ അമേരിക്കയിലെ എയർലൈൻസിലേക്കുള്ള ഖത്തർ എയർവേസ് സർവീസ് പുനരാരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. ഇതോടെ മഹാമാരിക്ക് മുൻപ് ഖത്തറിൽ നിന്ന് അമേരിക്കയിലേക്ക് നടത്തിയിരുന്ന സർവീസുകളെല്ലാം പ്രവർത്തനക്ഷമമാകും. കോവിഡ്-19 മുമ്പുണ്ടായിരുന്ന സർവീസുകളേക്കാൾ 2 അധിക സർവീസുകൾ കൂടി അമേരിക്കയിലേക്ക് ഖത്തർ എയർവേസ് പ്രവർത്തിപ്പിക്കുന്നു. കൂടാതെ ബോസ്റ്റൺ, മിയാമി, ന്യൂയോർക്ക്, ഫിലഡൽഫിയ, സാൻ ഫ്രാൻസിസ്കോ, സിയാറ്റൽ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കുമെന്ന് ഖത്തർ എയർവേസ് വ്യക്തമാക്കി.
ലുലു ഹൈപ്പർ മാർക്കറ്റിന് പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര പ്രവർത്തനങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ഗോൾഡ് റേറ്റിംഗ് ബഹുമതി. ഗൾഫ് ഓർഗനൈസേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നൽകുന്ന GSA സർട്ടിഫിക്കേഷനാണ് ലുലു നേടിയത്. മിഡിൽ ഈസ്റ്റും ഉത്തരാഫ്രിക്കയും ഉൾപ്പെടുന്ന മെന മേഖലയിൽ നിന്ന് ഈ ബഹുമതിക്ക് അർഹമാകുന്ന പ്രഥമ റീറ്റെയിലറാണ് ലുലു. ലുലുവിൻഫെ അൽ മെസീല ബ്രാഞ്ചിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അൽതാഫ് സർട്ടിഫിക്കറ്റും ഫലകവും ഏറ്റുവാങ്ങി. ഒമാനിൽ നിലവിൽ അധ്യാപകരായി ജോലി ചെയ്യുന്ന 2700-ലേറെ പ്രവാസി അധ്യാപകർക്ക് ജോലി നഷ്ടമാകും. നിലവിൽ ഒമാനിലെ വിവിധ ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കാണ് ജോലി നഷ്ടമാവുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ പ്രവാസികൾ കൂടുതലായുള്ള മേഖലകളിൽ ഒന്നാണ് വിദ്യാഭ്യാസ മേഖല. പുതിയ അക്കാദമി വർഷം തുടക്കം മുതൽ നിലവിലുള്ള പ്രവാസികളെ പിരിച്ചുവിട്ട് ഒമാൻ അധ്യാപകരെ നിയമിക്കാനാണ് പദ്ധതി. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.